ഇപ്പോൾ പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം പ്രമാണിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അതിൻ്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ്. പറയൂ ടോബി. രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ പള്ളിയുടെ ഗേറ്റിലേക്ക് കടന്ന് അവിടെ വന്ന് വാഹനമിറങ്ങിയ അദ്ദേഹത്തെ ഇപ്പോൾ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ കോട്ടയം ഭദ്രാസനാധിപനായിട്ടുള്ള യോഹന്നാൻ മാർ ദിയോസ്കോറസും ചേർന്ന് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 20 മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്, ഈ കല്ലറയിലേക്കുള്ളത്. അവിടേക്ക് രാഹുൽ ഗാന്ധി നടന്നു വരുന്ന കാഴ്ചയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഉമ്മൻചാണ്ടിയുടെ മരണം സംഭവിച്ച അന്ന് ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം അദ്ദേഹം എത്തുമ്പോൾ നിരവധി ആളുകൾ, നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ ആ ഒരു ജനകീയത അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അതേ കൂടാതെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി വരുന്നു എന്നുള്ളത് ഈ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. ഇപ്പോൾ കല്ലറയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. കല്ലറയിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ, മക്കൾ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ എല്ലാവരുമുണ്ട്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ആ ബൊക്ക അത് രാഹുൽ ഗാന്ധിക്ക് കൈമാറുകയാണ്. അദ്ദേഹം ഇപ്പോൾ അത് ഈ കല്ലറയിൽ സമർപ്പിക്കും. അതിനുശേഷം പ്രാർത്ഥിക്കും. പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇവിടെ നിന്നും ഈ പൊതുവേദിയിലേക്ക് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബൊക്കെ പുഷ്പചക്രം അവിടെ സമർപ്പിച്ചു. അതുപോലെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ്. അതിനുശേഷം പ്രാർത്ഥിക്കുകയാണ്. ചാണ്ടിയുമ്മനൊപ്പമുണ്ട്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും അതുപോലെ തന്നെ മകളുമുണ്ട്. അവരെല്ലാവരും ഈ പ്രാർത്ഥനയ്ക്ക് നേരത്തെ തന്നെ ഇവിടെ എത്തി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ആ പൊതു യോഗം നടക്കുന്ന ആ വേദിയിലേക്ക് അദ്ദേഹം പോകും. അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാവുന്നതുപോലെ വളരെ അടുപ്പം ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ആ ചിത്രത്തിനടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെ ആ ചിത്രത്തിനൊപ്പം നിന്ന്, ചാണ്ടി ഉമ്മനൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ആ പന്തലിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഇവിടുത്തെ ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി ഒരു ചെറിയ കൂടിക്കാഴ്ച ഈ പള്ളിയുടെ ഒരു ഹാളിൽ നടക്കും. അതിനുശേഷമായിരിക്കും പൊതുയോഗത്തിലേക്ക് പോവുക. ഇപ്പോൾ നമുക്ക് കാണാം, അറിയാമ ഉമ്മനുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരു മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചില നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ പുഷ്പചക്രം അർപ്പിച്ചു, അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു മെഴുകുതിരി കൂടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കത്തിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുകയാണ്. എന്തായാലും നേരത്തെ തന്നെ നിരവധി ആളുകൾ, AICC അംഗങ്ങൾ, അതുപോലെ തന്നെ KPCCയുടെ മുതിർന്ന ആളുകൾ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനകീയനായൊരു നേതാവാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. വളരെ കാലം ഉമ്മൻചാണ്ടിയുമായി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സ്നേഹവുമെല്ലാം രാഹുൽ ഗാന്ധിക്ക് ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ മെഴുകുതിരിയും കത്തിച്ച് തിരിയും തെളിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള പള്ളിയുടെ ഹാളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കാത്തോലിക്ക ബാവയുമായി ചെറിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പരിപാടി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും നിരവധി പ്രവർത്തകർ, ഉമ്മൻചാണ്ടിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്നേഹിക്കുന്ന നിരവധി പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അവർക്കെല്ലാം രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ അവരോടെല്ലാം അഭിസംബോധന ചെയ്യും. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അത് കൂടുതൽ വൈകാരികമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം ഈ കല്ലറയിലേക്ക് നേതാക്കളടക്കമുള്ള നിരവധി ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. പ്രാർത്ഥനകളുമായും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് നൽകുന്ന ആശ്വാസവുമൊക്കെ അടുത്തറിഞ്ഞ നിരവധി പ്രവർത്തകർ, നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി കൂടി ഇവിടെ ഈ കല്ലറയിലെത്തും. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും, കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളൊക്കെ ഈ കല്ലറയിൽ വന്ന് അവരുടെ പ്രചരണമൊക്കെ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആവേശവും ഊർജ്ജവും കുറച്ചല്ല. ഈ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത തന്നെയാണ്. 2 വർഷം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിൻ്റെ ഓർമ്മ ദിവസം
അദ്ദേഹം എത്തുമ്പോൾ അത് വലിയൊരു ചടങ്ങായി തന്നെ മാറുന്നു. ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയുടെ ഉള്ളിലേക്ക് രാഹുൽ ഗാന്ധി കയറുകയാണ്. പുതുപ്പള്ളി പള്ളിയിൽ കയറി അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കേരളത്തിലെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്, ആന്ധ്രയിൽ നിന്നൊക്കെ തന്നെ നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കല്ലറയുടെ സമീപം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും മറ്റ് MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. തൊട്ട് താഴത്തെ വേദിയിൽ ഇപ്പോൾ അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്.